നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 39-ാം ദശകത്തിലെ 6-ാം ശ്ലോകത്തെ കാണാം. നൃശംസതരകംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. നൃശംസതര കംസ, അതിനിഷ്ഠൂരനായ കംസ, വിനിഷ്പിഷ്ടയ മയാ തേ കിമു, അടിച്ച് ഒടിക്കപ്പെട്ട എന്നാൽ നിനക്ക് എന്താണ് പ്രയോജനം? ഭവദന്തക ക്വചന ബഭൂവ, നിന്റെ അന്തകൻ എവിടെയോ ഉണ്ടായിട്ടുണ്ട്. തേ ഹിതം ചിന്ത്യതാം, നിനക്ക് ഹിതമായിട്ടുള്ളത് നീ ചിന്തിച്ചാലും. ഇതി വിഭോ ത്വദ അനുജ തം ഖലും ഉദീര്യ, അലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ അനുജത്തിയായ ആ ദേവി ആ ദുഷ്ടനായ കംസനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, മരുത് ഗണപണായിത, ദേവസമൂഹത്താൽ പ്രശംസിക്കപ്പെട്ടവളായി ജഗുമുഷി തൻ്റെ സ്ഥാനത്തേക്ക് പോയി. ഭുവി ച മന്ദിരാണി ഏയുഷി, ഭൂമിയിലെ ഗൃഹങ്ങളെ പ്രാപിച്ചു. അനന്തരം യോഗമായ കംസനോട് പറഞ്ഞ വാക്കുകളെ വിവരിക്കുന്നു. നിരപരാധികളെ പോലും കൊന്നുമുടിക്കുന്ന അതിനിർദയനായ കംസ, എന്നെ തല്ലിച്ചതച്ചു കൊന്നതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ ശത്രുവാകിയാൽ ആ ശത്രു സംഹാരം തന്നെ ഫലം എന്നുദ്ദേശിച്ചാണോ നീ എന്നെ വധിക്കാൻ ഉദ്യമിച്ചത്? അങ്ങനെയാണെങ്കിൽ നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നീ ആത്മശ്രേയസ്സിനായിക്കൊണ്ടുള്ള മാർഗം ആലോചിച്ചുകൊള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം അങ്ങയുടെ സഹോദരിയായ യോഗമായ ഭഗവതി അത്യന്തം ദുഷ്ടനായ കംസനോട് ഇങ്ങനെ അരുളി ചെയ്തിട്ട്, ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ മുതലായവരാൽ സ്തുതിക്കപ്പെട്ടവളായി അവിടെ നിന്നും മുകളിലേക്ക് അന്തർദാനം ചെയ്തുപോയി. പിന്നീട് ലോകാനുഗ്രഹത്തിനു വേണ്ടി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവി കന്യകേതി ച മായാ നാരായണി ഈശാനി ശാരദത്യംബികേതി ച ഇത്യാദി അനേകം നാമധേയങ്ങളോടും വിവിധമായ രൂപഭാവങ്ങളോടും കൂടി ഭൂലോകത്തിൽ അനേകം ക്ഷേത്രങ്ങളിൽ പ്രകാശിക്കുവാനായി തുടങ്ങി. 108 ദുർഗാലയങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രൂപത്തിലും ഓരോ നാമത്തിലുമാണ് ദേവി വിരാജിക്കുന്നത്. കംസൻ അതിദുഷ്ടനും ക്രൂരനുമാണ് എന്ന് അവൻ്റെ പ്രവൃത്തികളിലൂടെയും തെളിയുന്നുണ്ട്. 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നാണല്ലോ അശരീരി വാക്ക് കേൾക്കുക ഉണ്ടായത്. ആ അശരീരി കൊണ്ട് ഇതുവരെ ജനിച്ചവരും ഇപ്പോൾ കംസൻ കൊല്ലാൻ തുടങ്ങിയ ദേവിയും കംസന് ഉപദ്രവകാരികളല്ലെന്നും അവരെ കൊന്നതുകൊണ്ട് കംസന് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും സ്പഷ്ടമാണ്. പിന്നെ എന്തിനാണ് പെൺകിടാവായ തന്നെ കൊല്ലുവാൻ തുനിയുന്നത് എന്ന ദേവിയുടെ ചോദ്യം സംഗതമാണ്. ദേവി സത്യം തന്നെ പറഞ്ഞു, നിന്റെ അന്തകനായ ഒരുവൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു എന്ന്. എവിടെയാണ് എന്ന് പറഞ്ഞില്ല. എങ്കിലും കംസന് മുന്നറിയിപ്പ് നൽകി.
അതോടെ കംസന്റെ ഭയം വർദ്ധിച്ചു. വിരോധഭാവത്തിലായാലും ശരി, ഭഗവാനെ സദാ സ്മരിച്ചാൽ മതി. ഏനകേന പ്രകാരോപി. ഇവിടെ സദാസമയത്തും ഈശ്വരചിന്തയിലിരുന്ന കംസന് യോഗമായാദേവി നേരിട്ട് അത്യപൂർവമായ ആ ദിവ്യദർശനം കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? കംസനോട് സംവദിച്ചില്ലേ? എത്ര ഭാഗ്യമാണ് കംസന്! അതിനുശേഷം ഭഗവാന്റെ അനുജത്തിയായ അഥവാ ശക്തി സ്വരൂപിണിയായ മായ സൂക്ഷ്മലോകത്തിലേക്ക് ഭഗവാനിലേക്ക് അന്തർദാനം ചെയ്തു. മാത്രവുമല്ല, അതിസൂക്ഷ്മഭാവം പ്രാപിച്ചതോടൊപ്പം ഭക്തന്മാർക്ക് ആരാധിക്കുവാനും അവർക്ക് അനുഗ്രഹം നൽകി മോക്ഷം കൊടുക്കുവാനുമായി ഭൂലോകത്തിലും ദേവി വാസം ആരംഭിച്ചു. ഭഗവാന്റെ ജനനത്തെക്കുറിച്ച് ആർക്കും അറിയുവാൻ കഴിയുകയില്ല. കാരണം ഭഗവാൻ ജനിക്കുന്നില്ലല്ലോ. ഭഗവാനെ സംബന്ധിച്ച് ജനനവും തിരോഭാവവുമെല്ലാം തന്നെ കേവലം ഉപചാരവാക്കുകൾ മാത്രം, അഥവാ ആരോപിതങ്ങൾ മാത്രം. ആവശ്യമുള്ളപ്പോൾ ഭഗവത് തത്വം കാലദേശനാമരൂപങ്ങളിൽ അഥവാ ഉപാധികളിൽ പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ മറയുകയും ചെയ്യുന്നു. ശക്തിസ്ഫുരണം എന്നത് അനന്തതയിൽ നിന്നുമുള്ള ഒരു കാലദേശ ആവിഷ്കൃത രൂപം മാത്രമാണ്. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. നൃശംസതര കംസതേ കിമുമയ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവിജ മന്ദിരാണ്യേയുഷി. ഓം തത്സത്. ഹരി ഓം.